ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു യൂണിക്കോൺ നമുക്കൊരു കുറച്ച് മെയിൻ്റെനൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ബേസിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തുടങ്ങുന്നത് നമുക്ക് വാഷ് ചെയ്ത് തന്നെ തുടങ്ങാം. ഈ വണ്ടിയിൽ നല്ല പൊടിയുണ്ടെന്ന് വെച്ചാൽ ഏകദേശം ഞാനൊരു 2 മാസത്തിന് മേലെങ്കിലും ആയിട്ടുണ്ടാകും ഈ ഒരു വണ്ടി വാഷ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ നമുക്ക് വണ്ടി വാഷ് ചെയ്യാം. അതിനുശേഷം വണ്ടിയുടെ എൻജിൻ ഓയിൽ മാറണം, ഓയിൽ ഫിൽറ്റർ മാറണം, ചെയിൻ ട്യൂബ് ചെയ്യണം, എയർ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം വണ്ടിയുടെ മെയിനായിട്ട് അഴുക്ക് വരുന്ന ഏരിയകൾ കണ്ടു, ഇവിടെയൊക്കെ നല്ല പൊടിയുണ്ട്. അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഈ വണ്ടിയുടെ ബാക്കിലെ വീലിൽ നമ്മൾ ചെയിൻ ട്യൂബും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ് ചെയിനിൽ. അപ്പോൾ അതൊക്കെ തെറിച്ച് വീലിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല കംപ്ലീറ്റ്ലി ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ പറയുവാണെങ്കിൽ എൻജിൻ ഓയിൽ തെറിച്ച് വന്നൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വണ്ടിയുടെ എയർ ഫിൽറ്റർ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ സീറ്റ് തുറന്ന് നമുക്ക് ഇതിൻ്റെ അകത്താണ് എയർ ഫിൽറ്റർ ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് സീറ്റ് ഓപ്പൺ ചെയ്യുക. നമുക്ക് ആ സീറ്റ് മാറ്റിയതിന് ശേഷം എയർ ഫിൽറ്റർ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ നല്ല പൊടിയുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല പൊടിയുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്കൊരു 5000-10,000 കിലോമീറ്റർ കൂടുമ്പോൾ വണ്ടി ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു എയർ ഫിൽറ്റർ ഊരിയെടുത്തിട്ട് എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാമെന്നുള്ളൂ, അധികം പണിയൊന്നുമില്ല. നേരെ ജസ്റ്റ് 2 സ്ക്രൂ ഒക്കെ ഉള്ളൂ, അത് കഴിച്ച് തന്നെ നമ്മുടെ എയർ ഫിൽറ്റർ വരുന്നതാണ്. അപ്പോൾ എയർ ഫിൽറ്റർ അത്യാവശ്യം മോശമൊന്നും ആയിട്ടില്ല. ഞാൻ ഒരു 3000 കിലോമീറ്ററിന് മുന്നേ ഒരു എയർ ഫിൽറ്റർ മാറിയതാണ് വണ്ടിയുടെ. അപ്പോൾ വലിയ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല, ഉമ്മയുണ്ടോ, വലിയ അഴുക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ക്ലീനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, നമുക്കത് ഇനിയും യൂസ് ചെയ്യാം. അപ്പോൾ എയർ ഫിൽറ്റർ ഇരിക്കുന്ന ഈ ഒരു പോർഷനിൽ നമുക്ക് അത്യാവശ്യം നല്ല അഴുക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ അത്യാവശ്യം മൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് ഫസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാം. ഞാനൊരു ചെറിയൊരു ബ്രഷ് ഇട്ടാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആ ബ്രഷ് കൊണ്ട് നമുക്ക് തൂത്ത് അതിലെ പൊടിയെല്ലാം കളയാം. അതിനുശേഷം നമുക്ക് എയർ ഫിൽറ്ററും ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കണം. എയർ ഫിൽറ്ററിൻ്റെ അകത്ത് നല്ല പൊടിയും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ വലിയ പൊടിയൊന്നുമില്ല. അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അടിയിൽ ചെറിയ ഹോൾസൊക്കെ ഡീസൽ വിട്ട് ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ചെറുതായിട്ട് അതിൻ്റെ അകത്തൊക്കെ നല്ല അഴുക്കൊക്കെ ഇറങ്ങി അലമ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി കൊടുത്താൽ മതി. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ചെയ്തെന്നുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വണ്ടിയിൽ ആ എയർ ഫിൽറ്ററൊക്കെ തിരിച്ചു വെക്കാം. എയർ ഫിൽറ്റർ നമ്മൾ എയർ ഫിൽറ്റർ എല്ലാം തിരിച്ച് വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി വാഷ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എയർ ഫിൽറ്റർ എല്ലാം തിരിച്ചു വെച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് എല്ലാം എടുത്ത പോലെ തന്നെ തിരിച്ചു വെക്കുക. എല്ലാം അതേപോലെ തന്നെ എടുത്ത് വെക്കുക. ഇത് ഡീസലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ബോട്ടിൽ ഡീസൽ എടുത്ത് ഞാൻ ഇനി എവിടേക്കാണോ കൂടുതൽ അഴുക്കുള്ളത് അവിടേക്ക് ഡീസലൊന്ന് സ്പ്രേ ചെയ്യുകയാണ്. കാരണം ആ ഓയിലൊക്കെ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഡീസൽ വാഷ് ചെയ്യുന്നത് അത്ര നല്ലതാണെന്ന് ഞാൻ പറയത്തില്ല എപ്പോഴും ചെയ്യുന്നത്. കാരണം വണ്ടിയുടെ കളർ ഫെയ്ഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ തുരുമ്പുള്ള പോർഷനിൽ എവിടെയെങ്കിലുമൊക്കെ ചെറിയ രീതിക്ക് തുരുമ്പുണ്ടെങ്കിൽ ഡീസൽ കൊണ്ട് നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ആ തുരുമ്പെല്ലാം പോയി കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വണ്ടിയിൽ മൊത്തത്തിലൊന്ന് ഡീസൽ അപ്ലൈ ചെയ്യുന്നുണ്ട് വല്ലപ്പോഴും. അതായത് മറ്റേ സിനിമയിലൊക്കെ പറയത്തില്ലേ, മാസത്തിലൊരിക്കലുള്ള കുളിയല്ലേ എന്നൊക്കെ പറയുന്ന പോലെയാണ്. നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് വണ്ടി ഒന്ന് കഴുകുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ക്ലീൻ ആക്കാമെന്ന് ഓർത്തത്. അപ്പോൾ ഈ ഒരു ചെയിൻ കവറിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിക്ക് ചെയിൻ ലൂബൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഡീസൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ഞാനൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ പ്രഷർ വാഷർ യൂസ് ചെയ്താണ് ക്ലീൻ ആക്കാൻ പോകുന്നത്. അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇനി ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വണ്ടി മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ പ്രഷർ വാഷർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ പെയിൻറ്റിലോട്ട് ഒരുപാട് അടുപ്പിച്ചൊന്നും വെച്ച് അടിക്കരുത്. പെയിൻറ്റിനകത്ത് ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ ഡിസ്കിൻ്റെ അവിടെയൊക്കെ നല്ല അഴുക്കുണ്ട്. അതുപോലെ എല്ലായിടത്തും നല്ല രീതിക്ക് അഴുക്കുണ്ട്. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഡീസൽ നേരത്തെ അപ്ലൈ ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഡീസലൊന്ന് പോകാൻ വേണ്ടിയാണ് ഇച്ചിരി പ്രഷർ കൊടുത്ത് തന്നെ വാഷ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡീസലൊന്ന് പോയി കിട്ടണം. എന്നിട്ട് നമുക്ക് ഷാമ്പു ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തോട്ടൊക്കെ നമ്മൾ വാട്ടർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം അവിടെ ഫ്യൂസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഇച്ചിരി പൊക്കി പിടിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഓടിപ്പിടിച്ചിട്ടുള്ള ഒരു വാഷിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതൊരു സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. ഓടിപ്പിടിച്ച് ചെയ്താലും അത്ര ക്ലിയർ ആവത്തില്ല. അപ്പോൾ നമ്മൾ നേരെ നെക്സ്റ്റിന് ഷാമ്പു വാഷ് ചെയ്യാം. ഷാമ്പു യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ വണ്ടിയിൽ വളരെ അഴുക്കായിട്ട് നിൽക്കുന്ന അഴുക്കുകളെല്ലാം നമുക്ക് നല്ല രീതിയിൽ കളയാനും പറ്റും. നല്ല പുതുപുത്തൻ പോലെ തിളങ്ങിയിരിക്കുകയും ചെയ്യും വണ്ടി കാണുമ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ വണ്ടി വാഷ് ചെയ്യാൻ വന്നപ്പോൾ അടുത്ത വണ്ടിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടി ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷാമ്പു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഷാമ്പു നല്ലൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.
നമ്മൾ സാധാ ബനിയൻ തുണിയൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ സ്ക്രാച്ചസ് അതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു വണ്ടി മൊത്തത്തിൽ ഷാമ്പു എല്ലാം ഇട്ട് വണ്ടി നല്ല രീതിക്ക് നമ്മളൊന്ന് തേച്ച് മിനുക്കി എടുത്തിരിക്കുകയാണ്. ഇനി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ ആ വാഷിംഗ് പരിപാടിയൊക്കെ ഇപ്പോൾ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. അപ്പുറത്തെ വണ്ടിയും കൂടി ഒന്ന് കഴുകി കൊടുക്കാം, അതും കൂടി കഴുകാനുണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മൈക്രോ ഫൈബർ ക്ലോത്ത്. ഈ ക്ലോത്തിൽ നിന്ന് സ്ക്രാച്ചസ് ഒക്കെ വന്നത് വളരെ കുറവായിരിക്കും. നല്ലൊരു ക്ലോത്താണ്. ഇങ്ങനത്തെ ഒരു ക്ലോത്ത് വെച്ച് വണ്ടി ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ വണ്ടി എന്നും പുതുപുത്തൻ പോലെ നിൽക്കും. കാരണം വണ്ടിയിൽ ഏറ്റവും കൂടുതൽ സ്ക്രാച്ച് വരുന്നത് നമ്മൾ തുടക്കുന്ന രീതി കൊണ്ടായിരിക്കും. നല്ലൊരു തുണിയിട്ട് തുടച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ചൊക്കെ വരുന്നത് വളരെയധികം നമുക്ക് ഒരുപാട് കുറക്കാനൊക്കെ പറ്റും. ഇപ്പോൾ നല്ല രീതിക്ക് വാഷ് ചെയ്തപ്പോൾ വണ്ടി നല്ല ക്ലീൻ ആയിട്ടുണ്ട്, നല്ല പളങ്ക് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ വണ്ടി കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെക്കണം. കാരണം ആ ഫ്യൂസ് കാര്യങ്ങളിലോട്ടൊക്കെ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ അതൊന്ന് പോകാൻ വേണ്ടി. പിന്നെ നമ്മുടെ കവറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എയർ ഫിൽറ്റർ എപ്പോഴും ക്ലോസ് ചെയ്തിട്ട് വേണം വണ്ടി കഴുകാൻ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഓയിൽ മാറണം. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയിരിക്കുന്ന ഓയിൽ. ഷെല്ലിൻ്റെ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓയിലാണ് 10WD-40. ഏകദേശം 740 രൂപയുടെ വില. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മറ്റൊരു വണ്ടിക്ക് ചെറിയ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അതും ഈ ഒരു ഗ്യാപ്പിൽ തീർത്ത് വിട്ടു. വേറെ ഒന്നുമല്ല, അതിൻ്റെ അകത്ത് കുറച്ച് കാറ്റടിക്കണം, അതുപോലെ തന്നെ ബാറ്ററിയൊക്കെ ഊരിടണം. അപ്പോൾ കാറ്റടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കംപ്രസറോടെ ഇരിക്കുന്നുണ്ട്. കംപ്രസർ വെച്ചിട്ടാണ് നമ്മൾ കാറ്റടിക്കുന്നത് ഈ ഒരു വണ്ടിയിൽ. വണ്ടി അത് എടുക്കാറില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ബാറ്ററിയൊക്കെ ഊരിടണം. അപ്പോൾ ആ വണ്ടിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ വണ്ടിയിലോട്ട് വരാം. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഓയിൽ മാറാം. അപ്പോൾ ഫസ്റ്റ് തന്നെ വണ്ടിയുടെ ആ ഡിപ്സ്റ്റിക്കൊക്കെ തുറന്ന് നോക്കി ഓയിലിൻ്റെ കണ്ടീഷൻ നോക്കി. ഓയിൽ അത്യാവശ്യം കറുത്തിട്ടുണ്ട്. ഒരുപാട് കറുത്തിട്ടെന്ന് വെച്ചാൽ ആകെ 3000 കൂടിയിട്ടുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ഒരു 12-ൻ്റെ റിംഗ് സ്പാനറാണ് വേണ്ടത്. 12-ൻ്റെ റിംഗ് സ്പാനർ എടുക്കുക. വണ്ടിയുടെ അടിയത്തെ ഡ്രൈൻ നെറ്റ് അഴിച്ചു വിടുക. അഴിച്ചു വിടുമ്പോൾ ആ ഒരു ഓയിലെല്ലാം താഴത്തോട്ട് പോരുന്നതായിരിക്കും. അങ്ങനെ ഓയിൽ അഴിച്ചു വിട്ടതിന് ശേഷം നല്ലതുപോലെ വെയിറ്റ് ചെയ്യുക. ആ ഓയിൽ മൊത്തത്തിലൊന്ന് ഡ്രൈൻ ആവാൻ വേണ്ടി നല്ല രീതിക്ക് തന്നെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ മൊത്തം ആ ഒരു ഓയിൽ പോയി തീരുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഓയിലെല്ലാം പറ്റിച്ചു. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിൻ കവർ അടിക്കണം, ക്ലച്ച് കവർ അടിക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു സാധനം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മണ്ടത്തൂർ വരുന്ന കാണിച്ചത് നടന്നില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് കിക്കർ ഊരാം. കിക്കർ ഊരിയിട്ടാണ് നമ്മുടെ ഒരു ക്ലച്ചിൻ്റെ ഈ ഒരു സൈഡിലെ കവർ നമ്മൾ അഴിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ആ കിക്കർ അഴിച്ചെടുക്കാൻ ടൈം എടുത്തു. 12-ൻ്റെ റിംഗ് സ്പാനർ തന്നെയാണ് നമ്മുടെ മെയിൻ ആയുധം എന്ന് പറയുന്നത്. അപ്പോൾ കിക്കർ അഴിച്ചെടുക്കുക, അതിനുശേഷം ഫൂട്ട് റെസ്റ്റ് അഴിച്ചെടുക്കുക. അതിനുശേഷമാണ് നമുക്ക് ആ ഒരു കവർ ഊരിയെടുക്കാൻ പറ്റുക. അപ്പോൾ നമ്മുടെ കിക്കർ നമ്മളിപ്പോൾ ഏകദേശം ഊരി പുറത്തൂടെ എടുത്തിട്ടുണ്ട്. ഇച്ചിരി ടൈം എടുത്ത് അത് ഊരിയെടുക്കാൻ. അങ്ങനെ അത് ബലം പിടിച്ചൊക്കെ ഊരിയെടുത്തു. ഇത് എടുത്ത പോലെ തന്നെ കറക്റ്റ് പൊസിഷൻ നോക്കി വെക്കണം തിരിച്ച് വെക്കാനായിട്ട്. അപ്പോൾ കിക്കർ നമ്മൾ നല്ല അനായാസമായി ഊരിയെടുത്തു. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫൂട്ട് റെസ്റ്റ് അഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫൂട്ട് റെസ്റ്റും താഴത്താണ് അതിൻ്റെ ബോൾട്ടും നെറ്റും ബോൾട്ടും എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഊരി വിടുക. പിന്നെ ഫൂട്ട് റെസ്റ്റ് അഴിക്കാനുള്ള മറ്റൊരു മാർഗ്ഗം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ സൈലൻസർ എക്സോസ്റ്റ് ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ടാൽ, ഇവിടുത്തെ ഒരു സ്ക്രൂ വെച്ച് അഴിച്ചിട്ടാൽ നമുക്ക് ഇച്ചിരി കൂടി ഈസി ആയിട്ട് നമുക്ക് ഫൂട്ട് റെസ്റ്റ് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഊരിയിട്ടിട്ടുണ്ട്. അത് ഊരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബെൻഡ് പൈപ്പിൻ്റെ എൻഡും കൂടി ശ്രദ്ധിക്കണം. തുടക്കത്തിലുള്ള ആ ഒരു എൻഡും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഫൂട്ട് റെസ്റ്റ് ഊരിയെടുത്തിരിക്കുകയാണ്. ടൈം എടുത്ത് ഊരുന്ന പരിപാടിയാണ്. നമുക്ക് വീഡിയോയിൽ പെട്ടെന്ന് തീർന്നു. അപ്പോൾ ഫൂട്ട് റെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ചിൻ്റെ കേബിൾ നമുക്ക് ഊരി വിടാം. അതിനുശേഷമാണ് നമുക്ക് ആ ഒരു കവർ അഴിച്ചെടുക്കാൻ പറ്റുക. ഇതെല്ലാം അഴിക്കുന്നത് പോലെ മറ്റൊരു രസകരമായ കാര്യം എന്ന് പറയുന്നത് തിരിച്ച് വെക്കാൻ ഇച്ചിരി ടൈം കേട്ടോ എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇതാണ് 8mm ടീ സ്പാനർ. ഈ ടീ സ്പാനർ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ബോൾട്ട് എല്ലാം അഴിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് അഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 3 ചെറിയ സൈസായിരിക്കും, ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ഉള്ളത് 3 നമ്മൾ ആദ്യം ഊരിയെടുക്കുക. അതിൻ്റെ സൈസ് എപ്പോഴും വ്യത്യാസം ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കങ്ങനെ എല്ലാം മൊത്തത്തിലൊന്ന് ഊരിയെടുക്കാം. എല്ലാ ബോൾട്ടും ഊരുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാം ഊരിയെടുത്തിട്ട് കറക്റ്റായിട്ട് വെക്കുക. തിരിച്ച് വെക്കാനായിട്ട് സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ യൂണിക്കോൻ്റെ പഴയ 150 വാഹനങ്ങളെ അപേക്ഷിച്ച് ഇതിൻ്റെ ആ ഒരു ഓയിൽ ഫിൽറ്റർ എന്ന് പറയുന്നത് സ്ക്രീൻ ഫിൽറ്ററാണ് വരുന്നത്. അപ്പോൾ അത് ഊരിയെടുത്ത് ക്ലീൻ ആക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്കിനി നമുക്ക് ആ ബോൾട്ടെല്ലാം അഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു കവർ ഊരിയെടുക്കാം. അപ്പോൾ ഇത് ഊരിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ബാക്കിയുള്ള ഓയിലും കൂടി താഴത്തോട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇത് ഊരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചിലതിനൊക്കെ ഭയങ്കര ടൈറ്റായിരിക്കും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചുറ്റിയൊക്കെ എടുത്ത് അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ചുറ്റിയെടുത്ത് അടിക്കുമ്പോൾ ഒരു തുണിയൊക്കെ ഇട്ട് അടിക്കുന്നത് നല്ലതായിരിക്കും, ഇല്ലെങ്കിൽ ആ പെയിൻ്റ് എല്ലാം പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഇത് ഊരിയെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ഊരിയെടുക്കുക. പിന്നെ ഈ വണ്ടിയെ സംബന്ധിച്ച്, നമ്മളുടെ വണ്ടിയെ സംബന്ധിച്ച് ആ ഒരു പാക്കിങ്ങിന് അത്ര ടൈറ്റ് ആയിരുന്നില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റി. അപ്പോൾ സിമ്പിളായിട്ട് പോകുന്നിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഊരിയെടുക്കാം. ഇതിൻ്റെ അടിയിലാണ് ആ സ്ക്രീൻ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അടിയിലാണ് ഇതാണ് നമ്മുടെ സ്ക്രീൻ ഫിൽറ്റർ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അഴുക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല രീതിക്ക് അഴുക്കുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം സ്ലെഡ്ജും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടുത്ത് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് എപ്പോഴും മാറണമെന്നില്ല. ഒരു 20,000 കിലോമീറ്ററൊക്കെ കൂടുമ്പോൾ ചെക്ക് ചെയ്താൽ മതി.
നല്ല ഓയിലൊക്കെ ആണെങ്കിൽ പേടിക്കണ്ട. ഇപ്പോൾ നമ്മളുടെ വണ്ടിയിൽ നല്ല ഓയിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ടും നമുക്ക് അത്യാവശ്യം അഴുക്കുണ്ടായി. കാരണം ഇത് വണ്ടി ഓടുന്നതനുസരിച്ച് സ്ലെഡ്ജുകൾ ഡെപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ അകത്ത് എപ്പോഴും ഇങ്ങനെ അടഞ്ഞിരിക്കും. അപ്പോൾ നമുക്കിനി അത് ക്ലീൻ ആക്കാം. ഇത് പുതിയത് വെക്കണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ പഴയ തന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. നല്ല രീതിക്ക് ഡീസലൊക്കെ ഇട്ടൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഏകദേശം 40 രൂപയാണ്. ഇത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ്. കാരണം ഇതിൽ വലിയ അങ്ങനെ പണിയൊന്നും വരുന്നൊരു പ്രൊഡക്റ്റ് അല്ല. ഇതൊരു മെറ്റൽ ടൈപ്പിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി ഇവിടെയുള്ള ഓയിൽസ് ഊരാൻ വേണ്ടിയുള്ള പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഓയിലെല്ലാം കളയാൻ വേണ്ടിയല്ല. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് ചെയ്യണമെന്നില്ല, ഞാൻ അങ്ങനെ പറയണമെന്നില്ല. കാരണം അത് ചെയ്യുമ്പോൾ ഒരു ബോൾട്ടൊക്കെ ഇട്ട് അവിടെ ലോക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ അതൊക്കെ തെറിച്ചു പോകും. ബോൾട്ടല്ല, ഒരു ഞെട്ടൊക്കെ ഇട്ട്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു എഞ്ചിൻ്റെ അകത്ത്, ക്ലച്ച് കാറിൻ്റെ അകത്തുള്ള എല്ലാ സംഗതിയും നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാം. നല്ല അഴുക്കുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോട്ടൺ വേസ്റ്റ് ഇട്ട് അത് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി കൊടുക്കാം. ഇച്ചിരി ടൈം എടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ്. ഞാനതുകൊണ്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുത്തു. അങ്ങനെ മൊത്തത്തിലൊരു തുണി വെച്ച് നമുക്ക് തുടച്ചെടുത്താൽ വളരെ നന്നായിരിക്കും. അതുകൊണ്ട് ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുത്തു. ഒരു കോട്ടൺ വേസ്റ്റ് ഇട്ടാണ് മൊത്തത്തിലൊന്ന് തുടച്ചൊക്കെ എടുത്തത്. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കവർ ക്ലീൻ ആക്കാനുണ്ട്. ഈ കവറിൻ്റെ അകത്ത് നല്ല രീതിക്ക് അഴുക്കുണ്ട്. നല്ല രീതിക്ക് ഞാൻ ക്ലീൻ ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇനി അഴിക്കലും പിടിക്കലൊന്നും ഇല്ല. അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കി വെച്ചേക്കാം, എന്തായാലും ഊരിയതല്ലേ, അതുകൊണ്ട് ക്ലീൻ ആക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാനിത് ഡീസലിട്ടാണ് ഇതും ഇതിൻ്റെ അകവും ക്ലീൻ ആക്കിയത്. ഡീസലും ബ്രഷൊക്കെ യൂസ് ചെയ്ത് നല്ല രീതിക്ക് ടൈം എടുത്താണ് ക്ലീൻ ആക്കി എടുത്തത്. അത്യാവശ്യം ക്ലീൻ ആക്കിയിട്ടുണ്ട്, അത്യാവശ്യം കളറെല്ലാം പോയിട്ടുണ്ട്, അഴുക്കെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ അകം ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. അത് ക്ലീൻ ആക്കി. ഇനി ഇതാണ് നമ്മുടെ പാക്കിങ്ങും സ്ക്രീൻ ഫിൽറ്ററും ഇരിക്കുന്നത്. അപ്പോൾ പാക്കിങ്ങിന് ഏകദേശം 80 രൂപയും സ്ക്രീൻ ഫിൽറ്റർ 40 രൂപയുമാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ആ ഒരു സ്ക്രീൻ ഫിൽറ്റർ അതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഞാൻ പുതിയതാണ് ഇടാൻ പോകുന്നത്. പഴയത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, അതും ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കിങ്. ഇനി നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പാക്കിങ് സെറ്റ് ചെയ്യാം. അതിന് എൻ്റെ ഒരു ഗമ്മുണ്ട്, ഗമ്മിട്ടാണ് ഞാൻ പാക്കിങ് സെറ്റ് ചെയ്യുന്നത്. ആദ്യം ഗമ്മിട്ടു, പാക്കിങ് വെച്ചു. ഇനി ഇതിൻ്റെ മണ്ടയിൽ ഒന്നും കൂടെ ഗമ്മിട്ട് കൊടുക്കുക. അങ്ങനെ ഗമ്മ് ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കണം. തേച്ച് കൊടുത്ത് കറക്റ്റ് രീതിയിൽ തന്നെയാണോ പാക്കിങ് വെച്ചിരിക്കുന്നത് എന്നതും കൂടി ചെക്ക് ചെയ്യണം. പാക്കിംഗ് എല്ലാം വെച്ചു. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ ആ ഒരു കവറ് അതിൻ്റെ അകത്തോട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ വളരെ സൂക്ഷ്മതയോട് കൂടി ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ആ ഒരു സൈഡിൽ കൂടി കയറാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് നോക്കി ശ്രദ്ധിച്ചൊന്ന് ചെയ്താൽ മതി. വലിയ ടെൻഷൻ അടിക്കാൻ വരുന്നില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമുള്ളൂ. ഒന്നും അറിയാൻ പാടില്ലാത്ത ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് വെച്ച് കൊടുക്കുക. അകത്തോട്ടൊന്ന് നോക്കി രീതിക്ക് കയറ്റുക, എന്നിട്ട് ടൈറ്റാക്കി വെക്കുക. പിന്നെ നമ്മുടെ ആ ഒരു ബോൾട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കണം. എല്ലാ ബോൾട്ടും നമുക്ക് കറക്റ്റാണെന്ന് നോക്കുക. ബോൾട്ട് എല്ലാം ക്ലീൻ ആക്കിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തു. നമുക്ക് എല്ലാ ബോൾട്ടും ഓരോന്നായിട്ട് ഇടുക. ലാസ്റ്റത്തെ ആ ഒരു 3 ബോൾട്ട് മാത്രം വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ അളവുകളിൽ കാര്യങ്ങളിൽ. ബാക്കി എല്ലാ ബോൾട്ടും നമ്മൾ ഇട്ട് നല്ല രീതിക്ക് ടൈറ്റാക്കി കൊടുക്കുക. ടൈറ്റാക്കി പെട്ടെന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആ ഒരു ഗമ്മ് ഒന്ന് പിടിക്കാനുള്ള സമയം നമുക്ക് കൊടുക്കണമല്ലോ, അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ ബോൾട്ടുകളും കറക്റ്റായിട്ട് ഇടുക. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് ആ ക്ലച്ച് കേബിളും കൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതുകൂടെ പരിപാടിയെല്ലാം ഏകദേശം ഒതുങ്ങുന്നതാണ്. അപ്പോൾ എല്ലാം നല്ല രീതിക്ക് ടൈറ്റാണെന്ന് ചെക്ക് ചെയ്യുക, നല്ല രീതിക്ക് ടൈറ്റാക്കി കൊടുക്കുക. അത്രയൊക്കെ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ടൈറ്റ് ചെയ്തെല്ലാം കൊടുത്തതിന് തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് വണ്ടിയിൽ ഓയിൽ ഒഴിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ 1-2 തവണ നമുക്ക് ആ ടൈറ്റൊക്കെ കറക്റ്റാണെന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കണം, അത് നല്ലതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, ബോൾട്ടെല്ലാം ഇടുക. പിന്നെ നമ്മൾ അഴിച്ച സാധനങ്ങളെല്ലാം തിരിച്ച് വെക്കുക. ഫൂട്ട് റെസ്റ്റ് വെക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിക്കർ വെക്കണം. അപ്പോൾ ഫൂട്ട് റെസ്റ്റ് ആദ്യം അടിയിൽ നമ്മൾ കറക്റ്റായിട്ട് സെറ്റാക്കി വെച്ചു. അത് ഇപ്പുറത്തൊക്കെ കറക്റ്റായിട്ട് നല്ല രീതിക്ക് തന്നെയാണോ ടൈറ്റ് ആക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കുക. നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക, ടൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നോക്കുക. അപ്പോൾ ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമുക്ക് കിക്കർ വെച്ചാൽ മതി. കിക്കർ വെച്ച കാര്യങ്ങളെല്ലാം ഏകദേശം ഒതുങ്ങുന്നതാണ്. അപ്പോൾ നല്ല രീതിക്ക് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. ടൈറ്റാക്കി എടുക്കാൻ ഇച്ചിരി ടൈം എടുത്തു, എന്നാലും ടൈറ്റാക്കി കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ആ പരിപാടി. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് കിക്കർ വെക്കുക എന്നുള്ള കാര്യമാണ്. കിക്കർ വെക്കുന്നതാണ് ഇച്ചിരി ടൈം എടുക്കുന്ന പരിപാടി. ടൈം എടുക്കുക എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, കിക്കറിൻ്റെ പൊസിഷൻ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ആദ്യമൊക്കെ ഒന്ന് വെച്ച് നോക്കി, അത് കറക്റ്റായിരുന്നില്ല. കാരണം കിക്കർ അവിടെ മുട്ടുന്നുണ്ടായിരുന്നു, ബോഡി പാനലായിട്ടൊക്കെ മുട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി കിക്കർ ഊരി അങ്ങനെ പൊസിഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്ന് ഞാൻ ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. കിക്കർ അഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ അകത്തൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ തന്നെ നമുക്ക് തിരിച്ച് വെക്കാനും എളുപ്പമാണ്. ഞാനത് നോക്കിയില്ല, ഞാനൊരു സോപ്പൊക്കെ ഇട്ടാണ് ചെയ്തത്, അത് മണ്ടത്തരമായി പോയി. അപ്പോൾ എന്തെങ്കിലും വെച്ച് മാർക്ക് ചെയ്തതിന് ആ പരിപാടി കഴിഞ്ഞാണ്. അപ്പോൾ നമ്മൾ കിക്കറെല്ലാം സെറ്റാക്കി കഴിഞ്ഞ് ഇനി ആ ബോൾട്ടും കാര്യങ്ങളെല്ലാം ഇട്ട് ടൈറ്റാക്കി വെക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ആ ഒരു എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ ഇനി ഒഴിച്ചാൽ മതി. അപ്പോൾ കിക്കറിൻ്റെ കാര്യം ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സൈലൻസറിൽ നിന്ന് അഴിച്ച ആ ഒരു ബോൾട്ടും കൂടി കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. നെറ്റും ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റാക്കി കൊടുക്കുക. സൈലൻസർ കറക്റ്റായിട്ട് ടൈറ്റാക്കി വെക്കുക. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക, എല്ലാം കറക്റ്റാണോ, കറക്റ്റായിട്ട് ടൈറ്റായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക.
അപ്പോൾ ഇതാണ് നമ്മുടെ ഓയിൽ. നമ്മൾ നെക്സ്റ്റ് ഓയിലെടുത്ത് വണ്ടിയിലോട്ട് ഒഴിക്കാൻ പോകണേന്. ഓയിൽ ഒഴിക്കാൻ വളരെ സിമ്പിളാണ്. നേരെ എടുക്കുക, അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ഓയിൽ ഒഴിച്ച് കാര്യങ്ങളൊക്കെ കഴിയുക. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് അതിൻ്റെ പരിപാടിക്ക് ഏകദേശം ഒതുങ്ങി എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നല്ല ഓയിലിന് വണ്ടിയിൽ യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. സെമി സിന്തറ്റിക്കൊക്കെ കുഴപ്പമൊന്നുമില്ല. ഞാൻ സിന്തറ്റിക് ഓയിലാണ് ഈ വണ്ടിക്ക് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓയിലെല്ലാം ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് എല്ലാം എടുത്ത് ഊരിക്കളഞ്ഞ് എല്ലാം തിരിച്ച് പഴയതുപോലെ തന്നെ വെക്കുക എന്നതാണ്. അപ്പോൾ ഓയിൽ നല്ലത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങളൊരു സെമി സിന്തറ്റിക്കെങ്കിലും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഞാൻ പല ഓയിലും ഈ ഒരു വണ്ടിയിൽ മാറി മാറി യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതലും സെമി സിന്തറ്റിക് അല്ല, സിന്തറ്റിക് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ആ ഡിപ്സ്റ്റിക്ക് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വണ്ടി 1-2 ദിവസം ഇപ്പോൾ ഞാൻ ഓടിച്ചു, ഓയിലും കാര്യങ്ങളൊക്കെ മാറി. അപ്പോൾ വണ്ടി കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കിക്കറൊക്കെ നല്ല ക്ലിയർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ചെയിൻ ഒന്ന് ലൂബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വണ്ടിക്കൊക്കെ ചെയിൻ ലൂബ് ചെയ്യാനായിട്ട് ഗിയർ ഓയിൽ മതി. ഇത് നമ്മുടെ ഹൈനസ്സിന് യൂസ് ചെയ്യുന്ന ചെയിൻ ലൂബാണ്. ഇതിരിക്കുന്നുണ്ട്, നമുക്ക് ഇതിട്ട് അടിച്ച് നോക്കാം. അപ്പോൾ ചെയിൻ ലൂബ് ജസ്റ്റ് ഒന്ന് കുലുക്കിയെടുക്കുക, അടിക്കുക, അത്രേ കാര്യങ്ങളുള്ളൂ. പിന്നൊരു രസകരമായ കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വണ്ടിക്ക് ചെയിൻ കവർ ഉള്ളത് കൊണ്ടിട്ട് ചെയിൻ അധികം അലമ്പാവത്തില്ല, അഴുക്കും കാര്യങ്ങളധികം വരത്തില്ല. പിന്നെ ലൂബൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചാൽ പോലും കുറേ നാളത്തേക്ക് നമുക്ക് കിട്ടും. ഇപ്പോൾ അതിൻ്റെ അകത്ത് ലൂബൊന്നും ഡ്രൈൻ ആയിട്ടില്ല, പറ്റിപ്പോയിട്ടൊന്നുമില്ല, അവിടെ തന്നെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു കുറച്ച് അളവിൽ അടിച്ചാൽ മതി, വളരെ നാൾ നിന്നോളും, അധികം നാൾ നിന്നോളും, കുഴപ്പമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൂബ് ഒന്ന് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അത്രേ കാര്യങ്ങളുള്ളൂ. ലൂബിൻ്റെ ആവശ്യമൊന്നും ഇല്ലോ എന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇരിക്കട്ടെ എന്ന് ഓർത്ത് അടിക്കുകയാണ്. അപ്പോൾ ഓവറായിട്ട് അടിക്കുന്നത് കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ നമ്മൾ ആ ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തിടാം. സ്റ്റാർട്ട് ചെയ്തിട്ട് ആ സൗണ്ട് നിങ്ങളൊന്ന് കേൾപ്പിച്ച് തരാം, കാര്യങ്ങൾ എങ്ങനെയുണ്ട്, സൗണ്ട് കാര്യങ്ങളെല്ലാം മാറ്റം ഉണ്ടോയെന്ന്. അപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല, സൗണ്ടൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ നല്ല എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വണ്ടിയുടെ എഞ്ചിൻ്റെ ചൂട് കുറഞ്ഞിട്ടും. പിന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു നെട്ട് ഉണ്ടല്ലോ, ഈ ഒരു നെട്ട് നിങ്ങൾ ടൈറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മൾ ആ സൈലൻസർ ഊരിടുന്ന സമയത്ത്. കാരണം എനിക്ക് പണി കിട്ടി, ആ ഒരു നെട്ട് ചെറുതായിട്ട് ലൂസായിട്ട് ആ ഒരു ബെൻഡ് വൈപ്പിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ലൂസും അടിയടി സൗണ്ടൊക്കെ കേട്ടിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? വലിയ മാറ്റമൊന്നുമില്ല, അങ്ങനെയൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ വണ്ടി നമുക്ക് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്കിനി ഗിയറിട്ട് ജസ്റ്റ് ആ ഒരു ചെയിനൊന്ന് കറക്കാം, എല്ലായിടത്തും ആ ലൂബൊന്ന് എത്താൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് വീട്ടിൽ വണ്ടിയുടെ ഓയിലും ഓയിൽ ഫിൽറ്റർ അതുപോലെ തന്നെ എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെ മാറാം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. ഇതൊരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വണ്ടി മെയിൻറ്റെയിൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതുപോലെ തന്നെ വളരെ രസകരമായ ഒരുപാട് വീഡിയോസ് നമുക്ക് നമ്മളുടെ ചാനലിൽ നമുക്ക് കൊണ്ടുവരാം, ചെയ്യാവുന്നതൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ പറയാലേ. അപ്പോൾ ബൈ ബൈ.